വീട്ടിൽ ഗസ്റ്റുകൾ വന്നാൽ പഴങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യൂ. നിങ്ങളെ എല്ലാവരും പ്രൊഫഷണൽ എന്ന് പ്രശംസിക്കും. വാട്ടർമെലൻ എടുക്കുമ്പോൾ ആദ്യം പാകമായതാണോ എന്ന് നോക്കൂ. പാകമായാൽ മുറിച്ചു തുറക്കൂ. തിരിച്ചും കുറെ കട്ട്, പിന്നെ നടുവിലൂടെ കട്ട്. ഇങ്ങനെ ചെയ്താൽ വൃത്തിയായി എളുപ്പത്തിൽ തിന്നാം. പൈനാപ്പിൾ എടുത്ത് മുകളിൽ താഴെ വെട്ടിക്കളയൂ. ചെവിട്ടിക്കിടത്തി ക്രോസായി കട്ട് ചെയ്യൂ. ശേഷം കഷണങ്ങളാക്കൂ. ആത്യന്തം എലഗന്റായി തിന്നാൻ പറ്റും. ഷമാം എടുത്ത് 2 ഭാഗമാക്കി കട്ട് ചെയ്യൂ. അകത്തുള്ള വിത്തുകൾ എടുത്തുകളയൂ. സമമായി കട്ട് ചെയ്യൂ. 2 മറ്റവും വെട്ടിക്കളയൂ. 2 ഭാഗത്തും തോൽ മാറ്റി വീണ്ടും കഷണങ്ങളാക്കൂ. അല്ലെങ്കിൽ വക്രമായി കട്ട് ചെയ്തെടുക്കാം. മാങ്ങയെടുത്ത് നടുവിലൂടെ മുറിക്കൂ. ട്വിസ്റ്റ് ചെയ്ത് 2ആയി വേർതിരിക്കൂ. സ്പൂൺ കൊണ്ട് എടുത്തു തിന്നൂ. എത്ര സാറ്റിസ്ഫൈയിങ്. മുന്തിരി കഴുകി ടൂത്ത്പിക്ക് കൊണ്ട് 2 കട്ട് കൊടുക്കൂ. ശാന്തമായി തുറന്നാൽ പൾപ്പ് പുറത്തുവരും. മാതളനാരങ്ങളെടുത്ത് മുകളിൽ സ്ക്വയറായി കട്ട് ചെയ്യൂ. ചുവന്ന ക്യാപ്പ് എടുത്തു കളയൂ. മെംബ്രെയിൻസിനനുസരിച്ച് കട്ട് ചെയ്യൂ. ശേഷം പൊളിച്ച് മെംബ്രെയിൻസ് എടുത്തു കളയൂ. ഒരു ബൗളിന് മുകളിൽ മറിച്ച് 49 തവണ തട്ടൂ. കുരു ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും തട്ടൂ. ആയി. കിവി എടുത്ത് 2 വറ്റവും വെട്ടിക്കളയൂ. നടുവിൽ കട്ടുകൊടുത്ത് സ്പൂൺ കൊണ്ട് തോലിനുള്ളിലൂടെ ഓടിക്കൂ. പെർഫെക്റ്റായി പഴം പുറത്തുവരും. ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് 2 ഭാഗമാക്കി മുറിക്കൂ. 4 ഹൊറിസോണ്ടൽ കട്ട്, 3 വെർട്ടിക്കൽ കട്ട് കൊടുക്കൂ. കത്തികൊണ്ട് തോലിനോട് ചുറ്റിക്കൊടുക്കൂ. ഇനി ഫോർക്ക് കൊണ്ട് കഴിക്കാം. ഡയഗണലായി കട്ട് ചെയ്ത് ഉയർത്തി ഹൃദയത്തിന്റെ ആകൃതിയിൽ അറേഞ്ച് ചെയ്യൂ. സ്റ്റിക്കിൽ കുത്തിവെക്കൂ. സുന്ദരവും രുചികരവും. ഇതൊക്കെ പഠിച്ച് ഷൈൻ ചെയ്യണമെങ്കിൽ വീഡിയോ പെട്ടെന്ന് സേവ് ചെയ്യൂ. ഇതുപോലെ കൂടുതൽ ട്രിക്കുകൾക്കായി ഫോളോ ബട്ടൺ അങ്ങ് അടച്ചു പൊട്ടിക്കുക.